തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേളികൊട്ടുയരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇക്കുറി. മുമ്പ് അതിനൊരു പ്രാദേശിക സ്വഭാവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രാദേശിക സ്വഭാവം വിട്ടുപോയിരിക്കുകയാണ്. കാരണം ലോകം തന്നെ ഈ ചുരുങ്ങി ഓരോരുത്തരുടെയും അടുക്കൽ എത്തുന്ന ഒരു കാലത്ത് നിൽക്കുമ്പോൾ കേരളത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഓരോരുത്തർക്കും കൃത്യമായി അളന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയവും അറിയാൻ കഴിയും. അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളും ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ബാഹുല്യം, സമൂഹ മാധ്യമങ്ങളിലൂടെ ഏത് പ്രദേശത്തെയും ചെറു വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും ഈ ഒരു പ്രാദേശികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും, BJP നേടുമോ എന്നുള്ള ഒരു ചോദ്യം കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും വളരെ കാതോർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷന്, കണ്ണൂര്, ഇങ്ങനെ ഓരോ ഇടങ്ങളെ കുറിച്ചും വ്യക്തമായ അറിവുണ്ട്. ഇത്തവണത്തെ പ്രത്യേകതകളിൽ ഒന്ന് ഇതാണ് വരുന്നത്. 2, UDF കഴിഞ്ഞ 10 വർഷമായിട്ട് നിയമസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു. 3, BJP കേരളത്തിൽ എത്രത്തോളം സീറ്റുകൾ നേടി കേരള നിയമസഭയിൽ എത്തും. കുറഞ്ഞത് ഒരു 6 സീറ്റെങ്കിലുമായിട്ട് നിയമസഭയിൽ 26-ൽ പ്രവേശിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലും ഉണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. ഈ കേരളത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ പ്രാദേശിക തലത്തിലും ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഉദാഹരണം ശബരിമല വിഷയം തന്നെ. ശബരിമല വിഷയം എന്നുള്ളത് ധർമ്മടം പഞ്ചായത്തിലും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലും ചർച്ച ചെയ്യും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ശബരിമല. ശബരിമലയിലൂടെ സർക്കാരിനുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി, അത് എത്രത്തോളം ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്കുണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല വിഷയമായാലും ഇനി അതുപോലെ ഈ സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതും കേരളത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അത് അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന കാര്യമാണ്. അനുകൂലമായാലും പ്രതികൂലമായിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ തന്നെ കേരളമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ മുന്നേ തന്നെ ഈ 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരണം തുടരുന്നു. അതിന്റെ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിൽപ്പുണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തില് ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന CPM-നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിന് ചിലയിടങ്ങളിൽ ഗാസ വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അവിടെ ജനകീയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ടുള്ള CPM-കാർ മുഴുവൻ ചർച്ച ചെയ്തത് ഗാസ വിഷയത്തെക്കുറിച്ചാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് മൃഗശല്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചർച്ച ചെയ്തത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് PV അൻവർ മാത്രമായിരുന്നു. വേറെ ആരും അത് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇന്റർനാഷണൽ വിഷയങ്ങൾ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇനി BJP ഏത് തരത്തിൽ മുന്നേറ്റം കുറിക്കും, എങ്ങനെയാണ് അവർ 6 സീറ്റ് നേടും എന്ന് പറയുന്നത്? തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP-യെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് അപ്രാപ്യമായി നിൽക്കുന്ന ഒന്നല്ല. അവർക്ക് പ്രാപ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഇക്കുറി നേടിയെടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയവും രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന BJP കേരള ഘടകത്തിനുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് വിലയിരുത്തുന്ന 2 കോർപ്പറേഷനുകളാണ്, ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള പാർലമെന്റ് വിജയം നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. അവിടെ സകല രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സർവേ ഫലങ്ങളും BJPക്ക് എതിരായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി 76,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടമാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ആ മണ്ഡലത്തെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ്. നഗരസഭയ്ക്ക് തന്നെ വലിയ വികസനവും ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൃശൂർ പട്ടണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു മാസ്റ്റർ പ്ലാനും വികസന ഫണ്ടും അനുവദിച്ചിരിക്കുന്നത്. അതിലൂടെ ഒരു 7 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ എങ്ങനെയായാലും കുറഞ്ഞതൊരു 3 അല്ലെങ്കിൽ 4 നേടിയെടുക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് സുരേഷ് ഗോപി നയിക്കുന്ന തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. 6 ഇടങ്ങളിൽ BJP ആണ് മുന്നിട്ട് നിന്നത്. ഒരിടത്ത് മാത്രമാണ്, ഗുരുവായൂരിൽ മാത്രമാണ് BJP താഴേക്ക് പോയത്. അപ്പോൾ 3 മണ്ഡലങ്ങൾ എങ്ങനെയായാലും കുറഞ്ഞത് അതിന് മുകളിലോട്ട് പോയെങ്കിലേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് BJP പാർലമെന്റ് സീറ്റിലേക്ക് വിജയിച്ചില്ലെങ്കിലും വിജയം അടുത്തെത്തി നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഇത്തവണ ശശി തരൂര് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വളരെ കുറവാണ്. പക്ഷേ BJPക്ക് കയ്യെത്തും ദൂരം തന്നെയാണ് പാർലമെന്റ് സീറ്റ്. അതുപോലെ ഏതാണ്ട് ഒരു 60-65 വാർഡുകളിൽ, 101 വാർഡുകളാണ് തിരുവനന്തപുരത്തുള്ളത്. 60-65 വാർഡുകളിൽ പാർലമെന്റ് കണക്കനുസരിച്ച് BJP മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും 35 സീറ്റ് ആണ് BJPക്കുള്ളത്. ഈ 60-65 ഇടങ്ങളിൽ പ്രത്യേകിച്ച് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഈ 3 മണ്ഡലങ്ങൾ BJPക്ക് പിടിച്ചെടുക്കണം. നിയമസഭാ മണ്ഡലങ്ങള്, ഈ മണ്ഡലങ്ങളിലുള്ള വാർഡുകൾ തന്നെ മതി BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരാൻ. BJP വലിയ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ളവർ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറായിട്ട് മത്സരിക്കുന്നുണ്ട്. നോക്കുക, മുൻ IG ശ്രീലേഖ IPS തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. BJP അധികാരത്തിലേക്ക് വരികയും ശ്രീലേഖ വിജയിക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീലേഖയായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയറായി മാറാൻ പോകുന്നത്. അത് BJPക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ മേയർ ആയിട്ട് മുൻ IG ശ്രീലേഖ മേയർ വേഷധാരിണിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും.